വിഷു ആശംസകളിൽ ശ്രീകൃഷ്ണനെ അപകീർത്തികരമായ രീതിയിൽ ചിത്രീകരിച്ച സംഭവത്തിൽ റെസ്റ്റോറന്റ് ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർത്തലയിലെ മെഹർമന്തി റെസ്റ്റോറന്റ് ഉടമ അർഷാദിനെയാണ് ചേർത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശ്രീകൃഷ്ണൻ ചിക്കൻ മന്തി കഴിക്കുന്ന തരത്തിലുള്ള ചിത്രം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ വഴി വിഷു ആശംസകൾ പ്രചരിപ്പിച്ചത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്നാണ് നടപടി. സംഭവത്തിൽ കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ബോധപൂർവമായ പ്രകോപനത്തിന് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് അർഷാദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തണ്ണീർമുക്കം സ്വദേശിയായ അഭിഭാഷകൻ MV ബിജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ മന്തി വിളമ്പിയ രീതിയിലുള്ള പോസ്റ്ററാണ് റെസ്റ്റോറന്റിന്റെ ഔദ്യോഗിക പേജുകൾ വഴി പ്രചരിപ്പിച്ചത്. ഇത് വിശ്വാസികളെ അപമാനിക്കുന്നതാണെന്നും ബോധപൂർവം വർഗീയ വിദ്വേഷം വളർത്താനാണ് ശ്രമമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പോസ്റ്റർ തയ്യാറാക്കിയത് താനല്ലെന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ഫ്രീലാൻസറുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണിതെന്നുമാണ് റെസ്റ്റോറന്റ് ഉടമയുടെ വിശദീകരണം. പോസ്റ്റർ വിവാദമായതോടെ ഉടൻ തന്നെ പേജുകളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റർ വ്യാപകമായി പ്രചരിച്ചതോടെ വിഷയം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിമാറി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ വൈകിട്ട് ഹോട്ടലിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. That affects the temperature regulation system of the body. Normally, our body temperature, especially what we call the core temperature, is maintained within a fairly narrow range, which is conducive to the normal functioning of various organ systems and metabolic activities. And when the body temperature, especially the core temperature, is persistently elevated above 104 degrees Fahrenheit, it qualifies for the definition of a heat stroke. What are the early signs of heat stroke? Well, very good question, because a lot of the time heat stroke is not abrupt. There is a whole continuum. There is a phase called heat exhaustion, which often precedes heat stroke. There could be situations where a person who's completely normal can suddenly transient into heat stroke.